പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാനായി തുടങ്ങി. അവിടെ നിന്ന് എഴുന്നേറ്റ് ഗോസ്റ്റ് ഹണ്ടർ ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെ നോക്കി. ഗോസ്റ്റ് ഹണ്ടർ തന്റെ ഉള്ളിൽ ആവാഹിച്ചു വച്ചിരുന്ന ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആത്മാവിന്റെ മുഖത്തിൽ നോക്കിക്കൊണ്ട് ഗോസ്റ്റ് ഹണ്ടർ ഒരു കില്ലർ സ്മൈൽ. ഗോസ്റ്റ് ഹണ്ടറിന്റെ കണ്ണിലേക്ക് നോക്കിയ ആത്മാവ് അവിടെ നിന്ന് ആകാശത്തിലേക്ക് പറക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ കുറച്ചുകൂടി ഉൾവനത്തിലേക്ക് കയറിയ ശേഷം ഒരു മലമുകളിലേക്ക് കയറുന്നു. മലമുകളിൽ എത്തിയ ഗോസ്റ്റ് ഹണ്ടർ താഴ്വരയിൽ നോക്കുന്നു. വാമ്പയർസ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രാമത്തെ അവിടെ നിന്ന് കാണാനായി സാധിക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ അവിടെ ഒരു വലിയ ആളിക്കത്തുന്ന തീ ഉണ്ടാക്കുന്നു. ആ മഴയത്ത് തീ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു. മലമുകളിലെ തീ കണ്ട വാമ്പയറുകൾ ഗ്രാമത്തെ ആക്രമിക്കുന്നത് നിർത്തിയ ശേഷം മലമുകളിലേക്ക് പോകുന്നു. ഗോസ്റ്റ് ഹണ്ടറിന് മുന്നിൽ ആ 3 വാമ്പയർസ് വന്ന് നിൽക്കുന്നു. വാമ്പയർസ് ആക്രമിക്കാനായി തുടങ്ങി. അതിൽ ഒരു വാമ്പയർ ഗോസ്റ്റ് ഹണ്ടറിന്റെ കഴുത്തിൽ കടിക്കാനായി പോകുന്നു. എന്നാൽ ഗോസ്റ്റ് ഹണ്ടർ അതിന്റെ കഴുത്തിൽ പിടിച്ചു നിർത്തുന്നു. ശേഷം ആ വാമ്പയറിനെ ആകാശത്തേക്ക് വലിച്ചെറിയുന്നു. വാമ്പയർസ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഗോസ്റ്റ് ഹണ്ടറിനെ ഒന്നും ചെയ്യാനായി സാധിക്കുന്നില്ല. ഗോസ്റ്റ് ഹണ്ടർ നേരത്തെ കത്തിച്ച തീ കൈയിൽ എടുത്ത് ആ വാമ്പയറിന് നേരെ എറിയുന്നു. തീ കൊണ്ട വാമ്പയർ വളരെ വേദനയോടെ അലറി വിളിക്കുന്നു. അകലെ വാമ്പയർസ് വസിക്കുന്ന ഗുഹയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അലർച്ചയുടെ ശബ്ദം കേൾക്കുന്നു. ഗുഹയിൽ നിന്ന് ഒരു വലിയ രൂപം പുറത്തേക്ക് വരുന്നു. അത് ഒരു ആൺ വാമ്പയർ ആയിരുന്നു. അത് അവിടെ നിന്ന് പറന്നുയർന്ന് ഗോസ്റ്റ് ഹണ്ടറിന്റെ അടുത്തേക്ക് വരുന്നു. ഗോസ്റ്റ് ഹണ്ടർ തീയെടുത്തു അതിനെ എറിയുന്നുണ്ടെങ്കിലും വാമ്പയർ മാറിക്കളയുന്നു. വാമ്പയർ പറന്നു വന്ന് ഗോസ്റ്റ് ഹണ്ടറിനെ തട്ടി താഴെയിടുന്നു. വീണ ഗോസ്റ്റ് ഹണ്ടറിന്റെ അടുത്ത് വന്ന് വാമ്പയർ ഇറങ്ങുന്നു. ആൺ വാമ്പയറിന്റെ പിന്നിലായി ആ 3 വാമ്പയർസ് വന്ന് നിൽക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ തീ മുഴുവനായി ആൺ വാമ്പയറിന്റെ ശരീരത്തിലേക്ക് എറിയുന്നു. എന്നാൽ വാമ്പയറിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. വാമ്പയർ ഗോസ്റ്റ് ഹണ്ടറിന്റെ കഴുത്തിൽ പിടിച്ചു പൊക്കിയെടുക്കുന്നു. ശേഷം ഗോസ്റ്റ് ഹണ്ടറിനോടായി പറയുന്നു, ഞാൻ വാമ്പയർസിന്റെ രാജാവ്. ഞാൻ കടിക്കുന്ന കന്യകയായ സ്ത്രീകൾ മരിക്കുകയും ശേഷം എന്നെപ്പോലെയൊരു വാമ്പയർ ആയി മാറുകയും ചെയ്യും. എന്നെക്കാൾ വലിയ ശക്തനാണോ നീ? എങ്കിൽ എന്നെ നശിപ്പിച്ച് കാണിക്കും. ഗോസ്റ്റ് ഹണ്ടർ പറയുന്നു, എത്ര വലിയ ശക്തനാണെങ്കിലും ഒരു ദൗർബല്യം എല്ലാവർക്കും ഉള്ളതുപോലെ നിനക്കുമുണ്ട്. നിനക്ക് ശക്തി നൽകുന്നത് പൂർണ്ണചന്ദ്രനാണ്. പെട്ടെന്ന് തന്നെ ആത്മാവ് ആ ചന്ദ്രനെ മറയ്ക്കുന്നു. ഗോസ്റ്റ് ഹണ്ടറിന്റെ കണ്ണുകൾ വെള്ളനിറത്തിൽ ജ്വലിക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ തന്റെ കൈകൾ കൊണ്ട് വാമ്പയറിന്റെ ഹൃദയം വെളിയിലേക്ക് വലിച്ചെടുത്ത് അതിനെ കൊല്ലുന്നു. ആൺ വാമ്പയർ നശിച്ചു പോയതിന്റെ കൂടെ മറ്റു 3 വാമ്പയർസും അവിടെ നിന്ന് നശിച്ചു പോകുന്നു. ചന്ദ്രനെ മറച്ച ആത്മാവ് താഴേക്ക് വരുന്നു. മഴ പെട്ടെന്ന് നിൽക്കുന്നു. ഗോസ്റ്റ് ഹണ്ടർ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നു. താഴെ വന്ന ആത്മാവ് പറയുന്നു, എന്തോ ഒന്ന് നമ്മളെ നോക്കി വരുന്നുണ്ട്. ഗോസ്റ്റ് ഹണ്ടറിന്റെ പിന്നിൽ ഇരുൾ നിറഞ്ഞു നിൽക്കുന്നിടത്തു ഒരാൾ നിൽക്കുന്നു. ആത്മാവ് അയാളെ കാണുകയും വല്ലാതെ പേടിക്കുകയും ചെയ്യുന്നു. ഗോസ്റ്റ് ഹണ്ടറിന്റെ ഒരു കില്ലർ സ്മൈൽ.